ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ താങ്കളടക്കം ഇന്ന് വരെ കാണാത്തൊരു പിണറായിയാണ് ഇന്ന് കണ്ടത്. എന്താണ് ഇന്നത്തെ പിണറായിയുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത്? അവിടെ അവസാനിക്കുന്നില്ല എന്ന വെല്ലുവിളി അൻവർ നടത്തുന്നത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, ഒരു മണിക്കൂറോളം അദ്ദേഹം മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിമർശനം വളരെ സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പിഴവുകളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് ക്രിമിനൽ നടപടികൾ പത്രങ്ങൾക്ക് എതിരെ വേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നിലയിൽ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടൊരു പങ്കുണ്ട്. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. തെറ്റുകൾ പറ്റുന്നുണ്ടാവും, പെശകുകൾ പറ്റുന്നുണ്ടാവും. അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ ഈ മാധ്യമ അന്തരീക്ഷത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതിരിക്കെ തന്നെ അദ്ദേഹം നടത്തുന്ന ഒരു വെല്ലുവിളികൾ അതൊരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പെശകുകൾ തിരുത്താനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഒരു മണിക്കൂറുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരാളും തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ക്രിമിനൽ നടപടിക്രമം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇന്ന് പത്രം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അല്ലാണ്ട് മറ്റൊരു വിഷയവുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഇടതുപക്ഷ CPM പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു അംഗമായിട്ടുള്ള അൻവറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കള്ളക്കടത്തുകാരായിട്ടുള്ള ആളുകളുടെ കൂടിയ ആളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന സൂചന പോലും ആ പത്രസമ്മേളനത്തിലുണ്ട്. സ്വന്തം മുന്നണിയിലുള്ള ഒരാൾ സാമൂഹിക വിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടെന്ന് അവർ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ആളുകളെയാണോ മുന്നണിയുടെ ഭാഗമായിട്ട് വയ്ക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിലൊക്കെ തന്നെ ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ CPI എന്ന് പറയുന്ന മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സമീപനം, ഒരു നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളെ, തൻ്റെ സർക്കാരിൻ്റെ ആളുകളെ, തൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളെ പൂർണ്ണമായി ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നാണ് അദ്ദേഹം കൂടുതൽ സമൂഹത്തോട് തുറന്നു പറയുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം കഴിയില്ല. അൻവർ പറഞ്ഞാൽ ഞാൻ ഇനിയും വീണ്ടും പറയും എന്ന മറ്റൊരു തരം ഭീഷണിയുടെ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിലെ ഭരണമുന്നണി എത്തിപ്പെട്ടിരിക്കുന്ന, CPM അടക്കമുള്ള പാർട്ടികൾ എത്തിപ്പെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി, അതിൻ്റെ വിശ്വാസ്യതാരാഹിത്യം, അത് വളരെ വ്യക്തമാക്കുന്ന ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. രണ്ട് കാര്യങ്ങൾ ഇന്നങ്ങ് വിജയിച്ചു കളയാം, അതിന് കുറെ കണക്കുകൾ നിരത്താം എന്ന് പറഞ്ഞ് നിദ്രയിലേക്ക് പോകേണ്ട ഒരാളല്ല പിണറായി വിജയൻ, അല്ലേ? ഇന്ന് മലപ്പുറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്കുകളുണ്ട്. അതാണിപ്പോൾ KVS ആയുധമാക്കുന്നത്. അത് ഏത് താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണ് ശ്രീ ചെക്കുട്ടി? ഏത് വിഭാഗത്തെ ഒരു ക്രിമിനൽ സമൂഹമായി ചിത്രീകരിക്കുന്നതിന് തുല്യമാണത്? ഇപ്പോ അല്ലല്ലോ, ഒരു സെക്കൻഡ്, കണ്ണൂരിന്റെ കണക്കെടുത്താലോ, രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട കണ്ണൂരിന്റെ കണക്കെടുത്താലോ, ഇതേ പോലീസിന്റെ വെബ്സൈറ്റിൽ ഇവർ ആ രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകികളുടെ ഒരു നാടാണ് എന്ന് ചിത്രീകരണത്തിലേക്ക് പോവുകയും ചെയ്താലോ, ആ ചിത്രീകരണം നടത്തുന്ന കൂട്ടരും ആരാണ് എന്ന് നമുക്കറിയാമല്ലോ. അതും ഈ ശ്രീ KVSന്റെ പാർട്ടിയാണ്, അല്ലേ? അപ്പോ ഇങ്ങനെ വരുന്ന ഒരു ചിത്രീകരണം നടത്തുക, ഇനി അതുകൂടാതെ ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് അൻവറിനെ വെല്ലുവിളിക്കുക, താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക, ഇതൊക്കെ ഇന്നത്തെ സുഖസുഷുപ്തിക്കുള്ള കാര്യങ്ങളാക്കി പോയി കിടന്നുറങ്ങേണ്ട ഒരാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ല, അത് വളരെ ഗൗരവമുള്ളതാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ സമൂഹമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ ചില പോലീസുകാർ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം അൻവർ മാത്രമല്ല ഉന്നയിച്ചിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് മലപ്പുറം ജില്ലയുടെ നേരെ നടക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
മലപ്പുറത്തെ സംബന്ധിച്ചത് ഈ തരത്തിലൊരു പ്രചാരവേല ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തരത്തിൽ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ല. അത് കേരളത്തിലെ പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗൗരവം പരിശോധിക്കേണ്ടതാണ്. അല്ലാതെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ കേരള പോലീസിൻ്റെ നിയന്ത്രിക്കുന്ന ആരാണ്? അൻവറിന് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആപൽക്കരമായ ഒരു പ്രവണതയാണ്, വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല അൻവർ മാത്രമല്ല ഈ ഇത്തരത്തിൽ നിലപാടുകൾ എടുത്തിരിക്കുന്നത്, അൻവർ മാത്രമല്ല ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നണികൾ കൊണ്ടുവയ്ക്കുന്ന 4-5 MLA-മാരെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരാണ്. ചില ആളുകൾ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്, ചില ആളുകൾ അല്ലാതെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു അൻവറിനെ മാത്രം വിഷയമായിട്ട് ചുരുക്കി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് മലബാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ, മലപ്പുറം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് RSSന്റെ സംഘപരിവാരത്തിൻ്റെ പ്രചാരവേലകൾ, അവരുടെ അജണ്ട പോലീസ് വകുപ്പിലൂടെ തന്നെ പ്രയോഗിക്കപ്പെടുന്നു, പോലീസിലൂടെ തന്നെ ആ സംഘപരിവാരത്തിൻ്റെ അജണ്ടയാണ് മുന്നോട്ട് വരുന്നത് എന്ന ഒരു തോന്നൽ പൊതുസമൂഹത്തിനകത്തുണ്ട്. അത് അൻവറിൽ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അൻവറിനെ ചെരുപ്പെടുത്തി കളയും. അദ്ദേഹം വന്നത് കോൺഗ്രസിലാണ്, അദ്ദേഹം കോൺഗ്രസിലാണെന്ന് അദ്ദേഹം പിണറായി ഇന്നല്ലല്ലോ പറയുന്നത്. എല്ലാ കാലത്തും അൻവറിന്റെ പാരമ്പര്യം കോൺഗ്രസ് പാരമ്പര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളാക്കി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവർ ജയിപ്പിച്ചുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ്സുകാരാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതല്ല. ഈ വിഷയം അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, അതിനോട് സത്യസന്ധമായി പ്രതികരിക്കാതെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അടക്കിയിരുത്താനാണ് ശ്രമമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല.